നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ കൈയൊഴിഞ്ഞ തരത്തിലുള്ള നടപടികളാണ് കേന്ദ്രം സ്വീകരിച്ചു പോരുന്നത്. UAE വിമാനങ്ങൾ റദ്ദാക്കിയത് മാത്രമല്ല, ഇതിലൂടെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് പ്രവാസികളെ തള്ളിയിടുന്നത്. ഈ നടപടി പ്രവാസികളുടെ കർണത്തേറ്റ കനത്ത പ്രഹരമാണ്. കൊറോണ വ്യാപനത്തിന്റെ കൈക്കുഞ്ഞിർ കുടിക്കുന്ന പ്രവാസികളെ കേന്ദ്രം തങ്ങളുടെ ലാഭത്തിനായി ഉപയോഗിക്കുകയാണ് എന്നതല്ലാതെ എന്തു പറയാൻ സാധിക്കും? വ്യാഴാഴ്ച വൈകിട്ട് 3-ന് ശേഷം അനുമതി തേടിയ UAE എയർലൈനുകൾക്ക് ഇന്ത്യയിൽ ഇറങ്ങാൻ കേന്ദ്ര വ്യോമയാന വകുപ്പ് അനുമതി നിഷേധിച്ചതോടെ വലഞ്ഞത് സ്ത്രീകളും കൊച്ചുകുട്ടികളും അടക്കമുള്ള നൂറുകണക്കിന് പ്രവാസികൾ. അബുദാബിയിൽ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 2:20 കോഴിക്കോട്ടേക്ക് പോകേണ്ടിരുന്ന ഇത്തിഹാദ് എയർവേസ് ദുബായ് ഹൈദരാബാദ് ഫ്ലൈ ദുബായ് ഷാർജ മധുര എയർ അറേബ്യ ചാർട്ടേഡ് വിമാനങ്ങൾക്കാണ് അനുമതി നിഷേധിച്ചത്. അബുദാബി KMCC ഏർപ്പെടുത്തിയ ഇത്തിഹാദ് വിമാനത്തിൽ 5 കുട്ടികളടക്കം 183 പേരും ദുബായ് അൽമനാർ ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഹൈദരാബാദിലേക്കുള്ള വിമാനത്തിൽ 175 പേരും തമിഴ്നാട്ടുകാരുടെ സംഘടനയായ ഖായിദ മില്ലത്ത് ഫോറത്തിന്റെ വിമാനത്തിൽ 168 പേരുമാണ് യാത്ര തിരിക്കാനിരുന്നത്. ദുബായിൽ നിന്നുള്ള യാത്രക്കാരെ നാളെ സ്പൈസ് ജെറ്റ് വിമാനത്തിൽ നാട്ടിലെത്തിക്കുമെന്ന് അൽമനാർ അറിയിച്ചു. എന്നാൽ സർക്കാരിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് മറ്റ് സംഘടനകൾ. വ്യാഴാഴ്ച വൈകിട്ട് 3-ന് മുമ്പ് അനുമതിയെടുത്ത വിദേശ എയർലൈനുകൾ ഇന്നലെ സർവീസ് നടത്തുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് വിവിധ പ്രവാസി സംഘടനകൾ. പാവപ്പെട്ടവരടക്കമുള്ളവരുടെ യാത്ര മുടക്കുന്ന നടപടിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നാണ് KMCC UAE പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ പ്രവാസികളെ നടുക്കടലിൽ തള്ളിയ പോലുള്ള നടപടിയാണ് കേന്ദ്രത്തിന്റേതെന്ന് ഇത് പിൻവലിക്കണമെന്നും MK രാഘവൻ MP പറഞ്ഞു. കേന്ദ്രത്തിന്റെ നടപടി പിൻവലിക്കണം, ഗൾഫ് നാടുകളിൽ റെഗുലർ വിമാന സർവീസ് എത്രയും പെട്ടെന്ന് നടത്തണം എന്നും ഇൻകാസ് UAE ജനറൽ സെക്രട്ടറി പുന്നക്കൻ മുഹമ്മദ് അലി പറഞ്ഞു. ഒട്ടേറെ ആളുകളുടെ യാത്ര പ്രതിസന്ധിയിലാക്കുന്ന നടപടി പിൻവലിക്കണമെന്നും അബുദാബി KMCC പ്രസിഡന്റ് ഷുക്കൂർ അലി കല്ലുങ്ങൽ പറയുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.